എന്റെ ഭാര്യ അവന്റെയും എന്ന എക്സ്ചേഞ്ച് പ്രണയകാവ്യത്തിന് ശേഷം മീശോ ധനുഷ് അവതരിപ്പിക്കുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്രണയകാവ്യം ലവ് ഇൻഷുറൻസ് കമ്പനി. അപ്പൊ ഈ പടം നടക്കുന്നത് 2040 തമിഴ്നാട്ടിലാണ്. 2040 തമിഴ്നാട് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്. മാനം ഫുള്ള് ഫ്ലൈയിങ് കാർസ്. തമിഴ്നാട്ടിലെ പൂക്കടയിലെ ചേച്ചി പൂ ഡെലിവറി കൊടുക്കുന്നത് വരെ ഡ്രോൺ ഉപയോഗിച്ചാണ്. പിന്നെ മുക്കിന് റോബോട്ട്സ്. അതായത് തമിഴ്നാട്ടിലെ ചായക്കടയിൽ ചായ എടുക്കുന്നത് വരെ റോബോട്ടുകളാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ തമിഴന്മാർ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന കാര്യം വരെ മറന്നു പോയിരിക്കുന്നത്. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് അങ്ങ് അമേരിക്കയിൽ നിന്ന് ഒരു സായിപ്പ് ഇങ്ങ് തമിഴ്നാട്ടിൽ അടയാർ ജംഗ്ഷനിൽ വന്ന് സിഗ്നലിൽ നിന്ന് കൊട വിറ്റുകൊണ്ടിരിക്കുകയാണ് അത്രേ. സോ ഗൈസ്, അങ്ങനെ ഇത്രയും അഡ്വാൻസ്ഡ് ആയ തമിഴ്നാട്ടിൽ SJ സൂര്യ ഒരു ഡേറ്റിംഗ് ടെക്നോളജി ഇറക്കുകയാണ്. അതാണ് ലൈക്ക് ലവ് ഇൻഷുറൻസ് കമ്പനി. ഇത് സംഭവം ഒന്നുമില്ല, ഇതൊരു മോതിരമാണ്. അതിട്ട് നമ്മൾ ചായക്കടയിൽ പോയി ചായക്ക് ഓർഡർ കൊടുക്കുന്ന പോലെ എനിക്ക് ഇങ്ങനത്തെ ഒരു പാർട്ണർ വേണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അങ്ങനത്തെ ഒരു പാർട്ണറെ കണ്ടുപിടിച്ച് തരും. മനസ്സൊക്കെ പിടിച്ച മാതിരി ടോക്സിസിറ്റി കമ്മിയാ ഒരു ബോയ് ഫ്രണ്ട് കണ്ടുപിടിച്ച് കൊടുക്കുക പ്ലീസ്. വെള്ളം കുറച്ച് പാല് കൂട്ടി മീഡിയം മധുരത്തിൽ നല്ല സ്ട്രോങ്ങിൽ ഗ്ലാസ്സിൽ അടിക്കാതൊരു ചായ. ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതൊന്നൊരു പാർട്ണറെ കിട്ടി തന്നെ വെക്കുക. ആ മോതിരത്തിലെ 360 ഡിഗ്രി ക്യാമറയുടെ സഹായത്തിൽ നമുക്ക് നമ്മുടെ പാർട്ണർ നടക്കുന്നതും കിടക്കുന്നതും പെടുക്കുന്നതും ഒക്കെ കാണാൻ പറ്റും. ലൈക്ക് കാൽ മൈ പുരുഷൻ. ഇപ്പൊ എൻ പുരുഷൻ എൻ കൈക്കുള്ള അത്രയും അഡ്വാൻസ്ഡ് ആയ ഒരു ഡേറ്റിംഗ് ആപ്പ്. എന്ത് രസമുണ്ട് ഇതിന്റെ സ്പെക്ക് പറയാനായിട്ട്, പറയാൻ തന്നെ രസമുണ്ട്. ഇനി ഇതിലെ നായകൻ മീശോ ധനുഷിനെ പറ്റി പറയുകയാണെങ്കിൽ മൂപ്പരാളൊരു മൊണ്ണയാണ്. അതെന്താന്ന് വെച്ചാൽ ഇത്രയും ടെക്നോളജി വളർന്നിരിക്കുന്ന സമയത്ത് പോലും മൂപ്പർ ഒരു മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കത്തില്ല. അതായത് ഇപ്പോൾ ഇവൻ ഒരുത്തിന് ഒരു 50 രൂപ കൊടുക്കാനുണ്ടെന്ന് വിചാരിക്കും. ആ പൈസ അവനെ കൊണ്ട് GPay ചെയ്യിപ്പിക്കുന്നതിന് പകരം ആ പൈസ അവനെ കൊണ്ട് മൂപ്പറുടെ അക്കൗണ്ടിൽ ഇടിപ്പിക്കും. എന്നിട്ട് മീശോ ധനുഷ് 50 രൂപ എടുക്കാൻ വേണ്ടി 100 രൂപയുടെ പെട്രോളും അടിച്ച് ബാങ്ക് പോയി പാസ്ബുക്കും കാണിച്ച് ആ 50 രൂപ വിഡ്രോ ചെയ്യും. நீங்க இந்த அக்கவுண்ட்டுக்கு ட்ரான்ஸ்ஃபர் பண்ணிட்டீங்கன்னா நான் அப்படியே பேங்க்குக்கு நடந்தே போய் என்ட்ரி போட்டுப்பேன். ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ഇവനും ഇവന്റെ ഡാഡിയും കൂടി സെൽഫോണിനും ടെക്നോളജീസിനും ഒക്കെ അഡിക്റ്റ് ആയ ആൾക്കാരുടെ അഡിക്ഷൻ മാറ്റാൻ വേണ്ടി ഒരു സെൽഫോൺ ഡി അഡിക്ഷൻ സെന്റർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇവർ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിന്റെ പിന്നിൽ ഒരു വലിയ റീസൺ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ഈ മീശോ ധനുഷിന് ഭയങ്കര മൊബൈൽ അഡിക്റ്റ് ആയ ഒരു ഇൻഫ്ലുവൻസർ ചേച്ചി ഉണ്ടായിരുന്നു, പേര് തമിഴ് സെൽവി. അവളുടെ അഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഫോണ് കയ്യിലില്ലെങ്കിൽ ജീവൻ പോണ പോലത്തെ അഡിക്ഷൻ ആണ്. സോ അങ്ങനെ ഈ തമിഴ് സെൽവി ഞാൻ അഭിഷേക് എന്ന പേര് മാറ്റി ഫിൽമി ഷേക്ക് എന്നാക്കിയ പോലെ തമിഴ് സെൽവി എന്ന തന്റെ പേര് മാറ്റി തമിഴ് സെൽഫി എന്നാക്കി സെൽഫി വ്ളോഗ്സും എടുത്ത് നടക്കുകയാവും. അങ്ങനെ വ്ളോഗ് എടുത്ത് സ്ഥലകാല ബോധമില്ലാതെ ഈ പെണ്ണ് നടു റോട്ടിലേക്ക് ഇറങ്ങി ചെന്ന് വണ്ടി തട്ടി പടമാവുകയാണ്. ആൻഡ് അത് കണ്ടതോടുകൂടി അവളുടെ ഡാഡി ഒരു സെൽഫോൺ ഒക്കെ എടുത്ത് അവളുടെ കയ്യിൽ വെച്ച് കൊടുക്കും. കാരണം ഫോൺ കയ്യിലുണ്ടെങ്കിൽ അവളുടെ ജീവൻ നഷ്ടപ്പെടൂലല്ലോ. സോ ഗൈസ്, അങ്ങനെ ഈ സംഭവത്തോട് കൂടിയാണ് നമ്മുടെ മീശോ ധനുഷും ഡാഡിയും കൂടി ഈ സെൽഫോൺ ഡി അഡിക്ഷൻ സെന്റർ ഒക്കെ തുടങ്ങിയത്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം മഴയത്ത് നമ്മുടെ മീശോ ധനുഷ് കൊട ചൂടി നടക്കുന്ന സമയത്ത് ഇതിലെ നായിക അവളുടെ ഹോളോഗ്രാഫിക് സാരി മഴ നനഞ്ഞാൽ അടിച്ചു പോകുമെന്നും പറഞ്ഞ് നേരെ ഓടി വന്ന് നമ്മുടെ മീശോ ധനുഷിന്റെ കൊടക്കകത്തേക്ക് കയറുന്നത്. ആൻഡ് അവൻ അവളെ കണ്ടതും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഹാർട്ട് അറ്റാക്ക് അറ്റ് ഫസ്റ്റ് സൈറ്റ് വരികയാണ് അവന്. സീരിയസ്ലി ഗൈസ്, അവന് ഹാർട്ട് അറ്റാക്ക് വരും. ഇനി ഇതിലെ നായികയെ പറ്റി പറയുകയാണെങ്കിൽ അവളുടെ പേരാണ് ദീമ. ആൻഡ് ഈ പേര് കേട്ടാൽ പോലും നമ്മുടെ മീശോ ധനുഷിന് ആകെ ഒരു കോരിത്തരിപ്പാണ്. இன்னும் ஒரு தடவை உங்க பேர் சொல்லுங்க. இன்னும் ஒரே ஒரு தடவை சொல்லுங்க. സോ ഗൈസ്, ഈ ദീമ ആളൊരു ഇൻഫ്ലുവൻസർ ആണ്. ആൻഡ് അവൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മേഖല ഏതാന്ന് ചോദിച്ചാൽ ഇത് പാക്കില്ലല്ലേ? യെസ് ഗൈസ്, അതന്നെ തമിഴ്നാട്ടിലെ യുവാക്കളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ
പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ട് മൂത്രമൊഴിക്കുന്ന കക്ഷിയാണ്. ആൻഡ് ഈ ധീമ ഇങ്ങനെയൊക്കെ ആവാൻ ഒരു കരളലിയിപ്പിക്കുന്ന കാരണം കൂടിയുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇവളുടെ മമ്മി ഒരു പഴയ കാല ഇൻഫ്ലുവൻസർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മൊബൈൽ അഡിക്ഷൻ കാരണം നമ്മുടെ ധീമയുടെ ചെറുപ്പത്തിലെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊന്നും അവർക്ക് നിറവേറ്റി കൊടുക്കാൻ പറ്റിയിരുന്നില്ല. ആൻഡ് ഈ ധീമയുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളാണ് സോഫയിൽ ചുമ്മാതിരുന്ന് റെസ്റ്റ് എടുക്കുന്ന മമ്മിയുടെ അടുത്ത് പോയി കേക്ക് ഉണ്ടാക്കി തരാൻ പറയുക. എനക്കൊരു കേക്ക് മണി താമ്മ. ആൻഡ് അത് കേട്ടതും അവളുടെ മമ്മി പോയി സൊമാറ്റോയിൽ ഓർഡർ ആക്കടി എന്ന് പറയും. ആൻഡ് അവരങ്ങനെ പറഞ്ഞതിൽ എനിക്കൊരു തെറ്റും പറയാനില്ല. വല്ല മുട്ട വറുത്തതോ മുട്ട പൊരിച്ചതോ ഒക്കെ ആണെങ്കിൽ അവരുണ്ടാക്കി കൊടുത്തേനെ. ഇത് കേക്കൊക്കെ എവിടുന്ന് എടുത്ത് ഉണ്ടാക്കാനാണ്? സോ ഗൈസ്, അങ്ങനെ സൊമാറ്റോയിൽ ഓർഡർ ആക്കിയാണ് നമ്മുടെ ധീമ ഒരു മൊബൈൽ അഡിക്റ്റ് ആയി മാറിയത്. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ധീമ ലൈക്ക് ആപ്പിൽ ഉണ്ടെന്നുള്ള കാര്യം മൊബൈൽ വിരോധിയായ നമ്മുടെ മീശോ ധനുഷ് അറിയുന്നത്. ആൻഡ് അത് അറിഞ്ഞതും അവളെ ഡേറ്റ് ആക്കി സെറ്റ് ആക്കി എടുക്കാൻ വേണ്ടി നമ്മുടെ മീശോ ധനുഷ് മൊബൈലും വാങ്ങി ലൈക്ക് ആപ്പിൽ കയറി അവളെ പരിചയപ്പെടുകയാണ്. അതോടുകൂടി അവളെ സെറ്റ് ആക്കി എടുക്കാൻ വേണ്ടി ഇവൻ കഠിന പരിശ്രമം നടത്തുകയാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു ഹാലോവിൻ പാർട്ടിക്ക് ഹൊറർ കോസ്റ്റ്യൂം ഇട്ട് വന്ന നമ്മുടെ കൃതി ഷെട്ടിനെ ആരും മൈൻഡ് ആക്കത്തില്ല. അത് അറിഞ്ഞതും നമ്മുടെ മീശോ ധനുഷ് അവളെ ഒന്ന് ഹൊറർ ആക്കി എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. സോ അതിനു വേണ്ടി ആദ്യം തന്നെ അവനൊരു റോസാപ്പൂ എടുത്ത് അവളുടെ കവിളത്ത് കുത്തി വെച്ച് കൊടുക്കും. അപ്പൊ അവള് പറയും ഇതിലുള്ള മേക്കപ്പിലെ ബ്ലഡിനൊന്നും ഒരു ഒറിജിനാലിറ്റി ഇല്ല എന്ന്. അത് കേട്ടത് നമ്മുടെ മീശോ ധനുഷ് ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി നേരെ പോയി തന്റെ കൈ മുറിച്ച് ചോരയെടുത്ത് അവൾക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കും. ഇത് കഴിഞ്ഞതും അവള് പറയും കുറച്ചും കൂടി ഒന്ന് ഹൊററാക്കാൻ വേണ്ടി കമ്മലായി ഇടാൻ വേണ്ടി 2 നഖം കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന്. അത് കേട്ടതും ഈ മീശോ ധനുഷ് പോയി അവന്റെ ഫ്രണ്ടിന്റെ നഖം കടിച്ച് പറിച്ചെടുത്ത് കൊണ്ടുവരും അവൾക്ക് കമ്മലായി ഇടാൻ വേണ്ടി. അവസാനം ഇതൊക്കെ കഴിഞ്ഞതും ആ ഹാലോവിൻ പാർട്ടിയിലെ ധീമയുടെ എൻട്രിക്ക് ഒരു ഹൈപ്പ് കിട്ടാൻ വേണ്ടി നമ്മുടെ മീശോ ധനുഷ് സ്വിമ്മിംഗ് പൂളിൽ ഒരു ടേബിൾ ഇട്ട് അതിന്റെ അടിയിൽ പോയി ശ്വാസം പിടിച്ച് അവളെയും താങ്ങി കർത്താവ് കടലിന്റെ മേലെ കൂടെ നടന്നു വരുന്ന പോലെ ഒരു 5 മിനിറ്റ് മാസ് എൻട്രി കൊടുക്കുകയാണ് അവൾക്ക്. How are you? I am under the water. Please help me. ആൻഡ് ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് അവളെ ഇമോഷണലി വീഴ്ത്താൻ വേണ്ടി മമ്മിയുടെ കൈകൊണ്ടുള്ള കേക്ക് കിട്ടാതെ വിഷമിച്ച ബാല്യമുള്ള നമ്മുടെ കൃതി ഷെട്ടിക്ക് ആ മീശോ ധനുഷ് അവളുടെ മമ്മീനെ കൊണ്ട് തന്നെ ഒരു കേക്ക് ഉണ്ടാക്കി തീറ്റിപ്പിക്കും. അതോടുകൂടി അവള് സെറ്റ്. അങ്ങനെ ഇവരിങ്ങനെ റൊമാൻസ് അടിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് തമിഴ്നാട് ഗവൺമെന്റ് എസ് ജെ സൂര്യനെ വിളിച്ച് പറയുന്നത് നിന്റെ ലൈക്ക് ആപ്പിന്റെ സബ്സ്ക്രിപ്ഷൻ 20 മില്യൺ 50 മില്യൺ ആക്കിയില്ലെങ്കിൽ നിന്റെ ആപ്പ് ഞങ്ങൾ ബാൻ ആക്കി കളയുമെന്ന്. സോ ആ ബാൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ എസ് ജെ സൂര്യ ആ ലൈക്ക് ആപ്പിലേക്ക് പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവരികയാണ്. അതെന്താന്ന് വെച്ചാൽ കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റ്, അതായത് പാർട്ട്നേഴ്സ് തമ്മിലുള്ള പൊരുത്തം. ആൻഡ് ആ അപ്ഡേറ്റ് ഇറക്കിയപ്പോൾ തന്നെ വൻ ഹിറ്റ്. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പുറത്ത് റൊമാൻസ് അടിച്ച് നടക്കുന്ന മീശോ ധനുഷിനും ധീമയ്ക്കും ഒരു ആഗ്രഹം വരുന്നത്. ആ ആഗ്രഹം എന്താന്ന് വെച്ചാൽ അത് ഞാൻ ഇങ്ങനെ ഓപ്പണായി പറയാ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഒരു കാര്യം ചെയ്യാം, അത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാവ്യാത്മകമായി പറഞ്ഞു തരാം. അതായത് കൂടെ കിടക്കാൻ ഒരു വഴി പറഞ്ഞു തരുമോ എന്ന്. പിന്നെ ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. സോ ഗൈസ്, അങ്ങനെ ആ പരിപാടി നടത്താൻ വേണ്ടി ഇവർ രണ്ടുപേരും ഒരു കോണ്ടം ഒക്കെ ഡ്രോണിൽ ഡെലിവറി വരുത്തും. ആൻഡ് അങ്ങനെ ഫുൾ മൂഡായി ഇവരിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് മറ്റേ ലൈക്ക് ആപ്പിലെ കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു മോഹം വരുന്നത്. ഉടനെ തന്നെ അവർ രണ്ടുപേരും ലൈക്ക് മോതിരം കൂട്ടിമുടിച്ച് അവരുടെ പൊരുത്തം അങ്ങ് നോക്കും. ബട്ട് ഗൈസ്, ഇവരുടെ പൊരുത്തം വെറും 3% മാത്രം. രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ. ആൻഡ് ആ സമയത്ത് തന്നെ ഇടിവെട്ടിവനെ പാമ്പ് കടിച്ച പോലെ മീശോ ധനുഷിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് അവര് രണ്ടുപേരും കൂടി അവരുടെ പൊരുത്തം നോക്കിയപ്പോഴതാ 93% കാണിക്കുന്നു. അതോടുകൂടി ആകെ തളർന്നു പോയ നമ്മുടെ ധീമ ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി എന്താന്ന് ചായക്കോന്നും പറഞ്ഞ് ആ എന്തിനോ വേണ്ടി പറഞ്ഞ കോണ്ടം എടുത്ത് മീശോ ധനുഷിന്റെ കയ്യിലും വെച്ച് കൊടുത്ത് അവിടുന്ന് ഇറങ്ങി പോവുകയാണ്. സോ ഗൈസ്, അങ്ങനെ ഈ സംഭവത്തോടു കൂടി നമ്മുടെ മീശോ ധനുഷിന് എസ് ജെ സൂര്യനോട് ഭയങ്കര ദേഷ്യമാവും. എന്നിട്ട് അവന്റെ ലൈക്ക് ആപ്പ് മൊത്തം തകർത്ത് കളയുമെന്നും പറഞ്ഞ് എസ് ജെ സൂര്യനെ ചലഞ്ച് ചെയ്യുകയാണ്. എന്ത് കാര്യത്തിനാണ് എടാ ലൈക്ക് ആപ്പ് എന്ത് പിഴച്ച്? അത് പറഞ്ഞത് സത്യസന്ധമായ ഒരു കാര്യമല്ലേ? ജിപേ പോലും ഉപയോഗിക്കാൻ അറിയാത്ത ഒരു മൊണ്ണേഷായ നീ ആ ഇൻഫ്ലുവൻസർ ആയ പെണ്ണിനെ കെട്ടിട്ട് എന്തിനാ വെറുതെ അതിന്റെ ജീവിതം കൊളാക്കാൻ നിൽക്കുന്നേ? സോ ഗൈസ്, അങ്ങനെ ആ ചലഞ്ച് ജയിക്കാൻ വേണ്ടി ആ ലൈക്ക് ആപ്പ് തകർത്ത് കളയാൻ വേണ്ടി നമ്മുടെ മീശോ ധനുഷ് ഇറക്കുന്ന പരിപാടി എന്താന്ന് വെച്ചാൽ ഇതേപോലെ ലൈക്ക് ആപ്പിന്റെ കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റ് കാരണം ട്രൂ ലവ് ഒക്കെ തൊലഞ്ഞു പോയമാരൊക്കെ വിളിച്ചു കൂട്ടി കുറെ വീഡിയോസ് ഒക്കെ എടുത്ത് യൂട്യൂബിലിട്ട് അപ്ലോഡ് ആക്കി ആ 50 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആകാൻ നിൽക്കുന്ന ലൈക്കിന്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കുറച്ചു കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അത് കണ്ടതോട് കൂടി തന്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് തിരിച്ചു പിടിക്കാൻ വേണ്ടി എസ് ജെ സൂര്യ 2040 ഒരു അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുകയാണ്. അതെന്താന്ന് വെച്ചാൽ ആ എസ് ജെ സൂര്യ നമ്മുടെ മീശോ ധനുഷും അവന്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയുള്ള ഒരു കിസ്സിംഗ് വീഡിയോ
വീഡിയോ വെച്ചുണ്ടാക്കി പൂരപ്പറമ്പിൽ സ്ക്രീൻ വലിച്ചു കെട്ടി നാട്ടുകാർ മൊത്തം അത് കാണിക്കും. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. അങ്ങനെ ഈ വീഡിയോ ഔട്ട് ആയതോടുകൂടി 2040 ആൾക്കാരൊക്കെ അത് വെള്ളം തൊടാതെ വിശ്വസിച്ച് നമ്മുടെ മീശോ ധനുഷ് കൃതി ഷെട്ടിനെ ചതിക്കുക തന്നെയായിരുന്നു. ലൈക്ക് ആപ്പ് ആണ് ശരിയെന്നും പറഞ്ഞ് എല്ലാവരും കൂടി ലൈക്ക് ആപ്പിനെ അങ്ങ് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. ഒരേ വീഡിയോയിൽ പുരിஞ்சிருச்சு മച്ചാൻ LIK தான் കറക്റ്റ്. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വമ്പൻ ട്വിസ്റ്റ് വരുന്നത്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ മീശോ ധനുഷിന്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്ന് SJ സൂര്യം ഒരു ഡൈനോസറും ജിറാഫും ഒക്കെ കിസ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനെ കിസ്സിംഗ് വീഡിയോസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതേപോലെയാണ് അവൻ ഞങ്ങളുടെ കിസ്സിംഗ് വീഡിയോസും ഉണ്ടാക്കിയെന്നും പറഞ്ഞ് 2040 ആൾക്കാർക്കൊക്കെ AI വീഡിയോസിനെ പറ്റി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എടാ എങ്ങനെ എഴുതാൻ പറ്റുന്നടാ ഇതൊക്കെ 2026 നടന്നു എന്ന് പറഞ്ഞ് പടം പിടിച്ചാലേ പകുതി ആൾക്കാർ വിശ്വസിക്കൂല. അപ്പോഴാണ് നീ 2040 ടെസ്റ്റും കൊണ്ട് വന്നേക്കുന്നത്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. സോ ഗൈസ്, അങ്ങനെ ഇതിന്റെ ഒക്കെ അവസാനം മീശോ ധനുഷിന്റെ ബെസ്റ്റ് ഫ്രണ്ട് പോയി നമ്മുടെ കൃതിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും. അതോടുകൂടി കൃതിയും മീശോ ധനുഷും കൂടി ഒന്നിക്കും. എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടി SJ സൂര്യയുടെ ഓഫീസിൽ കയറി ചെന്ന് ഒരു വൻ ഫൈറ്റ് ആണ്. ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ റോബോട്ട്സിനൊക്കെ ആയിട്ട് ഒരു എന്തിരൻ ലെവൽ ഫൈറ്റ്. എന്താരോ അവസാനം ഈ അടിക്കൊക്കെ ശേഷം തമിഴ്നാട് ഗവൺമെന്റ് SJ സൂര്യയുടെ ആ ലൈക്ക് ആപ്പ് അങ്ങ് ബാൻ ആക്കി വിടുകയാണ്. പടം കഴിഞ്ഞ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI5, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോ, അർജുനൻ, ബലറാം, വസുതാരദാസ്, ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ കമ്പകൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.